വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലിത് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലാക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 4-5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സിറപ്പ് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു അര കഷ്ണം നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ജിലേബിക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ അര കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജിലേബി തയ്യാറാക്കാനായിട്ട് ശരിക്കും ഒരു ലൂസ് ബാറ്റർ അല്ല ആവശ്യം, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മളൊരു സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മിൽമയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയി കാണും. ഇനി ഞാനിതൊന്ന് കുറച്ച് ബാറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പിഞ്ച് ഓറഞ്ച് കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കളറില്ലാതെ കുറച്ച് ബാറ്റർ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അതാ ഞാൻ ബാറ്റർ പാക്കറ്റിൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകൾ വശം ഒരു റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളറില്ലാത്ത ബാറ്ററാണ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ബാറ്ററും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. രണ്ട് സൈഡൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മളത് കോരിയെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് അധിക സമയമൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെടുത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിയാണ്. നമ്മൾ ചൂടാറുന്നതിന് മുന്നേ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ചൂട് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ജിലേബി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ബേക്കറിയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്